ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മന്നഞ്ചേരി ലീവായതുകൊണ്ട് പെട്ടെന്ന് ഗുരുവായൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ആദ്യം കാറിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ 5 മണിക്ക് എണീറ്റ് കാപ്പിയൊക്കെ വെച്ച് കുളിച്ച് റെഡിയായി. ആദ്യക്കുട്ടിനും അമ്മക്കുട്ടിയെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം രാവിലെ എണീക്കാൻ രണ്ടാൾക്കും മടിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ വിളിച്ച് നോക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. രണ്ടാൾക്കും പോകാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റെഡിയാകുന്ന നേരത്തൊക്കെ കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി, ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6 മണിക്കായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. പിന്നെ ബസ്സിൽ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാൾക്കും ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയ പാടെ തന്നെ രണ്ടാളും ഉറങ്ങി. പിന്നെ 9 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഗുരുവായൂരിലെത്തിയത്. അപ്പോൾ ഇറങ്ങിയ പാടെ തന്നെ രണ്ടാൾക്കും വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. പിന്നെ എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കുണ്ടാവുമെന്ന് അറിയാം, ലീവായതുകൊണ്ട്. പിന്നെ വ്യാഴാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് തിരക്ക് കണ്ടത്. നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റും ഉണ്ടായിരുന്നു, ക്രമാതീതമായി തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പുറമെ കൂടെയൊക്കെ ഒന്ന് നടന്നു. ആദ്യം ബാഗൊക്കെ വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഒന്ന് കയറി. കുറച്ച് വഴിപാടുകളുണ്ടായിരുന്നു. ആമയ്ക്കുട്ടിക്കൊരു തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യക്കൂട്ടിനും കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടത്തി പുറത്തു കൂടെയൊക്കെ നടന്നു. അപ്പോൾ മണ്ഡപത്തിലൊക്കെ തിരക്കായിരുന്നു ആ സമയത്ത്. കയറുന്ന സമയത്ത് ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് പിന്നെ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മണ്ഡപത്തിൽ ആ സമയത്ത് ഡാൻസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ഇറങ്ങിയ സമയത്ത് ഡാൻസ് ഉണ്ടായിരുന്നു മണ്ഡപത്തിൽ. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടു. പിന്നെ പുറത്ത് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. ആമിക്കുട്ടിക്ക് ഒരു മാലയൊക്കെ വാങ്ങി, പക്ഷേ ഇടാൻ സമ്മതിച്ചില്ല. അവളത് ബാഗിൽ തന്നെ വെച്ചു. ആദ്യക്കുട്ടിന് ബബിൾസ് വേണമെന്ന് പറഞ്ഞു. കുറച്ച് ബബിൾസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആമിക്കുട്ടിക്ക് വേണമെന്നായി. അപ്പോൾ രണ്ടാൾക്കും ബബിൾസൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ആനക്കോട്ടയിലോട്ട് പോയാലോന്ന് തീരുമാനിച്ചത്. അപ്പോൾ വേഗം ഒരു ഓട്ടോയിൽ കയറി നേരെ ആനക്കോട്ടയിലേക്ക് വിട്ടു. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെയും. വിജയേട്ടൻ ആദ്യം ടിക്കറ്റ് വാങ്ങാനായിട്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് 4 ഐസ്ക്രീം വാങ്ങി. അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒരു ഗ്യാങ് കുട്ടികൾ അവിടെ കയറാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞങ്ങളും ഐസ്ക്രീം കഴിച്ചുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് കയറി. ആമിക്കുട്ടിയും കൊണ്ട് ആദ്യമായിട്ടായിരുന്നു ആനക്കോട്ടയിലോട്ട് പോകേണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ ആനകളെയും കണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ പ്രശ്നമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും പഴമൊക്കെ കഴിച്ചുകൊണ്ട് രണ്ടാൾക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം ഞങ്ങൾക്ക് അവിടെ ചിലവഴിക്കാനായിട്ട് സാധിച്ചു. മണ്ണ് വാരി എറിയുന്ന ആനേനൊക്കെ ആമിക്കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായെന്ന് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ വിശപ്പ് തീരെയില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാളും കുറേ സമയം അവിടെ കളിച്ചു. ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെയൊക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി. ഓട്ടോയിൽ വീണ്ടും കയറി. അമ്പലത്തിലോട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോയിൽ കയറി നേരെ ഹോട്ടലിലോട്ട് പോയി ഫുഡ് കഴിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അത് കൂടെ തന്നെ വന്നതുകൊണ്ട് മണ്ഡപത്തിൽ അപ്പോൾ ആ സമയത്ത് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഡാൻസൊക്കെ കയറി ഇരുന്ന് കണ്ടു. ആ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം അവിടെ പോയി ഇരുന്ന് ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. വന്ന അതേ ബസ് തന്നെയാണ് തിരിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3:30 ആയപ്പോൾ അവിടുന്ന് എത്തിയപ്പോൾ തിരിച്ച് 6:30 ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. പക്ഷേ കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം. നിങ്ങൾ ഈ ദിവസം എന്താ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.